സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് ഓർഡിനറി സർവീസുകൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഇന്ദിരാ ഗ്യാരണ്ടി സൗജന്യ സർവീസുകൾക്ക് ആവേശകരമായ തുടക്കമാണ് ജില്ലയിലും ലഭിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ജില്ലയിൽ 86 വണ്ടികളിലാണ് ഈ സൗകര്യം ലഭിക്കുക. മലപ്പുറം, നിലമ്പൂർ, പെരിന്തൽമണ്ണ, പൊന്നാനി ഡിപ്പോകളിലാണ് ഇത്രയും ബസ് ഉള്ളത്. ഇതിൽ 3 എണ്ണം ഗ്രാമവണ്ടികളാണ്. പൊന്നാനിയിൽ 2ഉം മലപ്പുറത്ത് 1 ഗ്രാമവണ്ടികളുണ്ട്. മലപ്പുറത്ത് നിന്നും മുബഷീർ പി അക്ബർ ബസ്സിലെ യാത്രക്കാരോടക്കം സംസാരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. മലപ്പുറം ജില്ലയിലും ആവേശകരമായിട്ടുള്ള ഉദ്ഘാടനം തന്നെയായിരുന്നു പ്രിയദർശിനിയുടെ ആദ്യത്തെ KSRTC സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് നടന്നത്. നിരവധി സ്ത്രീജനങ്ങൾ, വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തു. റവന്യൂ മന്ത്രി AP അനിൽകുമാർ ആയിരുന്നു ആദ്യത്തെ സർവീസ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആദ്യത്തെ സർവീസ് പോകുന്ന ബസ്സിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ബസ് നിറഞ്ഞു കഴിഞ്ഞു. വിവിധ മേഖലകളിൽ നിന്നുള്ള സ്ത്രീ യാത്രക്കാർ ഈ ബസ്സിലുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഗ്രഹം തന്നെ, അതേ പ്രത്യേകിച്ച് ജോലിക്കാർക്ക്, അതേപോലെ എല്ലാ മേഖലയിലുമുള്ള സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ നല്ലൊരു ആശ്വാസമാണ് നമ്മൾ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് ഇത്. ഏറ്റവും വലിയ ഒരു ഉപകാരമായിട്ട് സ്ത്രീകൾക്ക് മാറിയിട്ടുണ്ട്. ഒരുപാട് പേര് ഇന്നത്തെ ഒരു ദിവസത്തിന് കാത്തിരുന്നിട്ടുള്ള ഒരുപാട് സ്ത്രീകള് ഉണ്ട്. അതായത് നിരന്തരം വിളിക്കുന്നത് സത്യമാണോ? ഇത് ഒരു തുടർ പ്രവർത്തനമായിട്ട് ഞങ്ങളുടെ സ്ത്രീകളുടെ ഒരു നട്ടലായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതാണ് അത്തരത്തിലുള്ള വലിയ സന്തോഷ പ്രകടനങ്ങളാണ്. ഇത് നല്ലൊരു പദ്ധതിയാണല്ലേ, നല്ലൊരു പരിപാടി, നല്ല പദ്ധതിയാണ്. ചില പഞ്ചായത്തുകളിലൊക്കെ മുൻപുണ്ടായിരുന്നെങ്കിലും ഈ ജില്ലാ തലത്തിൽ നിന്നൊക്കെ ഓർഡിനറി സർവീസുകൾ സൗജന്യമാക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നല്ല ഗുണം ചെയ്യും. നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. സാധാരണക്കാരായ സ്ത്രീകള് ഒരുപാട് കഷ്ടപ്പെട്ട് അവര് ജോലിക്ക് പോവുകയാണ്. അവർക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം യാത്രാ ചെലവ് പോകുന്നുണ്ട്. അവർക്കത് സമ്പാദിക്കാമല്ലോ. പോവാന് പറഞ്ഞാൽ ഞാൻ KSRTC അധികം ചൂസ് ചെയ്യാത്ത ആളാണ്, കാറിൽ അങ്ങനെ യാത്ര. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഫ്രീ സൗജന്യ യാത്ര ആയതുകൊണ്ട് ഇനി ഇങ്ങനെ യാത്രകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സൗജന്യ യാത്ര സ്ത്രീകൾക്ക് ഒരുക്കി കൊടുത്ത സർക്കാരിനോട് എന്താ? ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. അഭിമാനകരമായ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഇത് ഏറ്റവും വലിയൊരു ഗുണമാണ്. UDF സർക്കാരിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കണം. പാവപ്പെട്ട സ്ത്രീകൾക്ക് ഒരു ദിവസം 60 രൂപയെങ്കിലും ലാഭിക്കാൻ പറ്റുന്നതിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇത് നടപ്പാക്കിയ UDF സർക്കാരിന് ഒരു കോടി നന്ദി അർപ്പിക്കുന്നു. ഇവിടെ നിരവധി യാത്രക്കാർ ഇറങ്ങിയിട്ടുണ്ട്. സ്ത്രീ യാത്രക്കാർ ഇവിടുന്ന് കയറുന്നതും കാണാൻ സാധിക്കും. കൂട്ടലങ്ങാടിയിലേക്ക് ടിക്കറ്റ് എടുത്തവരാണ് ഇവരൊക്കെ. സന്തോഷമുണ്ടല്ലേ? ഭയങ്കര സന്തോഷം. കൂട്ടലങ്ങാടി വരെ 0 ടിക്കറ്റ്. ഇതിപ്പോ 0 തമിഴ്നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ സാധാരണ 0 അല്ല, ആദ്യമായിട്ടാണ്. അതേപോലെ ആദ്യത്തെ ടിക്കറ്റ്. ഭയങ്കര സന്തോഷം. ഓരോ സ്ത്രീകളും നമ്മളോട് വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞു. സർക്കാരിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. മലപ്പുറത്തുനിന്നും വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂപ്പൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷീർ പി അക്ബർ, റിപ്പോർട്ടർ മലപ്പുറം. കൈവീശി കാണിച്ച സ്ത്രീകൾ പ്രിയദർശിനി ബസ്സുകളിൽ, ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുകയാണ്.